ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് തട്ടിൻ്റെ മുകളിലാണ്. നമ്മൾ രണ്ട് ഫാമിലി വന്നതാണ്. നമ്മളെ സുഹൃത്ത് രതീഷ് ചേട്ടൻ ഇപ്പോൾ പുറത്തുനിന്ന് വന്നതാണ്. കുറച്ച് ദിവസം ലീവിന് വേണ്ടി വന്നതാണ്. നമ്മൾ ഒരു സ്കൂട്ടിയും 2 ബുള്ളറ്റും എടുത്തിട്ടാണ് വന്നത്. എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ 9 പേരുണ്ട്. 9 പേര് 3 വണ്ടിയിലായിട്ട് വന്നു. എൻ്റെ വണ്ടിയിൽ 4 പേര്, മറ്റേ ആ വണ്ടിയിലൊരു 3 പേര്, ഈ സ്കൂട്ടിയിലൊരു 2 പേരും. അങ്ങനെ അപ്പോൾ വന്നിട്ട് നമ്മൾ കുക്കിൻ്റെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് കുറച്ച് പോസ്റ്റിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് ഒരു 2 റൂമാണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ആഹ്ലാദിച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളെ കിച്ചൺ ഉണ്ട്, ഓഫീസ് റൂമാണ്. ഇത് ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഗ്രിൽ ചിക്കൻ ആക്കാനുള്ള സെറ്റപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീ അവിടുന്ന് കത്തിക്കൊണ്ടിട്ടുണ്ട്. ചിരട്ടയൊക്കെ നാട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. പിന്നെ കുക്കിങ്ങിന് വേണ്ടി ബംഗാളീനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ മുതൽ ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ പെട്ടതുപോലെയായി. ഇനി അത് തീരാതെ അവിടുന്ന് മാറാൻ കഴിയില്ല. അപ്പോൾ അവ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. കാറ്റ് കാരണം നേരാവണ്ണം കത്തുന്നില്ല. പിന്നെ നമ്മുടെ ഭാര്യമാർ അവിടെ ഇരുന്ന് വന്നപ്പോൾ മുതൽ ഊഞ്ഞാലാടുന്നുണ്ട്. ഒരു പണിയും എടുക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അവർക്ക് സന്തോഷമാണെങ്കിൽ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ കുറേ റിസോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ റിസോർട്ടായി എടുത്തിട്ടില്ലേ. അപ്പോൾ മുകളിലൊക്കെ അടിപൊളി വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള റിസോർട്ടുകൾ കുറേ ഉണ്ട്. നമ്മുടെ കുഞ്ഞൻ റിസോർട്ടാണെങ്കിലും ഇവിടെയുണ്ട്, സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെയുണ്ട്. ഏതായാലും ഫുഡിൻ്റെ പരിപാടിയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് വെള്ളത്തിൽ ചാടി കളിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം. സ്വിമ്മിംഗ് പൂൾ നമുക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഏതായാലും ഫുഡ് റെഡിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടി വെള്ളത്തിൽ ചാടി മതിക്കുമ്പോൾ ഓരോ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയാക്കാം. ഇതാണ് ഇവിടെയുള്ള ചെറിയ ചെറിയ ഹട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡോറ് നോക്കട്ടെ. ഇതിപ്പോൾ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഡോറ് പൂട്ടിയിട്ടിട്ടുള്ള ഇങ്ങനെ ഉള്ള ഒരു 5 ഹട്ട് ഇവിടെ ഉണ്ട്. എല്ലാം ഡോറ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിലും ഒന്ന് കാണിച്ചു തരായിരുന്നു. എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കോട്ടേജാണ്, ചെറിയ ചെറിയ റൂംസ്. എന്തായാലും ഒരു അടാറ് വൈബാണ്. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ പരിപാടി ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കത്തി റെഡി ആയിട്ടുണ്ട്. ഇത് പുതിയ ഷെഫാ, ഡ്യൂട്ടി കയറിയ പുതിയ ഷെഫ്. പഴയ ഷെഫ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജൂനിയർ ഷെഫിനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കനിലെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, അടിപൊളിയായി. അപ്പോൾ ചൂട് പോവാതിരിക്കാൻ വേണ്ടി ഈ ഡിഷിൽ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യം അത് സ്ത്രീജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടില്ലേ. അപ്പോൾ 2 ഭാര്യമാരും കൂടെ ചപ്പാത്തി പ്രിപ്പറേഷനിൽ മുഴുകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഒരു വെറൈറ്റി കൂടി ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. മസാലയൊന്നും ഇല്ലാതെ വേറെ തന്നെ ഒരു കൂട്ടായത്. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ അറിയിച്ചു. എന്നടത് പിള്ളേരിത് സോഡ കുടിച്ച് ആഘോഷിക്കുന്നു. എങ്ങനെ എന്താ സോഡയാ ഈ നട്ടപ്പാതിരക്ക്? തണുത്ത സോഡ തണുത്ത രാജ്യത്ത് നിന്ന് കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. മുഖത്തെ പ്രസാദം നോക്കി. എടാ, ഒന്നാമത് തണുപ്പ് കാലം,
തണുത്ത സ്ഥലം, തണുത്ത സോഡയും. എന്തൊരു മാച്ചിങ്! അടിപൊളി. അടിപൊളിയല്ലേ? ആഘോഷിക്കുക. പിന്നെ എല്ലാവരോടും പറയാത്തൊരു വിശേഷമുണ്ട്. നമ്മൾ ഫുൾ സെറ്റപ്പ് ആയിട്ട് ബോക്സും പാട്ടെല്ലായിട്ട് വന്നു. എല്ലാവരും വൈബുള്ള പാട്ടെല്ലാം പാടി തകർത്തിട്ടൊന്നും നാളെ പോകുന്നുള്ളൂ. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പിലിങ്ങനെ നമ്മളിപ്പോൾ ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ച ഉടനെ സ്വിമ്മിംഗ് പൂളിലേക്ക് പിന്നെ കുറേ പാട്ട് ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുള്ളൂ. രാവിലെ നമ്മൾ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭക്ഷണം റെഡിയായി. ഇതാ വിളമ്പാൻ വേണ്ടി എല്ലാവരും ചപ്പാത്തി എല്ലാം കുക്കിയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഒരു വെറൈറ്റി മസാല ഇല്ലാതെ മുളക് പൊടിയിൽ മാത്രം പ്രിപ്പയർ ചെയ്തെടുത്തൊരു ഐറ്റമാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത് വെക്കാൻ. അപ്പോൾ എല്ലാവരും മോനെ ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? കളിയല്ലേ? കഴിച്ചോട്ടാ? ലൈറ്റോ ബാക്കിയല്ലേ? ലൈറ്റ് ഓക്കെ അല്ലേ? നമുക്ക് കഴിച്ചാലോ? ചെയ്തിട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ. ദിവ്യ ആദി എന്തുണ്ട്? ഓക്കെ അല്ലേ? ഇതേതാ? ഇത് ആഫ്രിക്കക്കാരിയാണ്, എന്നാലും കുഴപ്പമില്ല. മലയാളം അറിയില്ല, അതുകൊണ്ടാണ്. ആരും ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ആഘോഷത്തിമിർപ്പിലാണ്. എല്ലാവരും വെള്ളത്തിൽ നല്ലവണ്ണം ആഘോഷിക്കുകയാണ്. കുരുത്തപ്പെട്ട ഇൻ്റർനാഷണൽ പോക്കിരി വെള്ളം ഇതില്ലേ? വെള്ളം കാണാൻ നാട്ടിൽ നിന്ന് വന്ന പോലെ അത്രയും എൻജോയ് ചെയ്യാന്ന് കുഞ്ഞിപ്പെട്ടും എല്ലാവരും അപ്പോൾ നമ്മളെ ഇവിടുത്തെ 2 ഫാമിലി ബെഡ്റൂം ഇല്ലയിൽ ആദ്യത്തെ റൂം ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ 2ആയി തിരിയുവാണ്. ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോകുന്നതാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ളൊരു ചെയറുണ്ട്. അനന്തതയിലേക്ക് കണ്ണും നട്ടിങ്ങനെ ഇരിക്കാം. അപ്പോൾ ഡോറ് തുറന്ന് ജസ്റ്റ് ഉള്ളിൽ കയറുമ്പോൾ ഇങ്ങനൊരു സെറ്റുണ്ട്. 2 ഫാമിലി കോട്ട് ബെഡ് ഇട്ടിട്ടുണ്ട്. ഒരു 6-7 പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത റൂം കൂടി ഒന്ന് കാണാം. ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞു മുകളിലേക്ക് പോവാണ്. മുകളിൽ പോകുമ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ചേറിട്ടിട്ടുണ്ട്. പുറത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന അത്ര ചേറിട്ടില്ലേ. ഇതാകുമ്പോൾ ഇങ്ങനെ സൈഡിൽ സെറ്റ് സോഫ സെറ്റിൽ ഇങ്ങനെ ഇട്ടുണ്ട്. ഇവിടെയും മനോഹരമായ 2 ബെഡുകൾ ഇങ്ങനെ വളരെ വൃത്തിയായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2നും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അതാണിത്. ഓക്കെ, നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന റൂം ഇങ്ങനെയാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഫ്രണ്ടിലിങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ളിൽ സോഫ സെറ്റും ഇവിടെ വിശാലമായ 2 ഫാമിലി കോട്ട് ബെഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അപ്പോൾ നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി. വേറെ ഒന്നധികം ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. ഇലക്ഷൻ ആയതുകൊണ്ട് വേഗം തന്നെ ഓടി വണ്ടി യാത്രയും കഴിഞ്ഞ് ഇവിടെ എത്തി. ബാഗും കെട്ടൊക്കെ
എടുക്കാൻ നോക്കുന്നു. ബാക്കി അടുത്ത യാത്രയിൽ അടുത്ത വിശേഷങ്ങൾ പങ്കുവെക്കാം. ഓക്കെ.